എല്ലാവർക്കും എഡ്യൂസോണിൻ്റെ ഹിസ്റ്ററി ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തുടങ്ങുന്നത് 10ാം സ്റ്റാൻഡേർഡിലെ ഹിസ്റ്ററി ഫസ്റ്റ് ചാപ്റ്ററായ റവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ്. റവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദ വേൾഡ്, ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. ഈ അധ്യായത്തിൽ, ഈ ചാപ്റ്ററിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ചില വിപ്ലവങ്ങളെക്കുറിച്ചാണ് നാം പഠിക്കുന്നത്. പ്രധാനമായി ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് അമേരിക്കൻ റവല്യൂഷൻ ഓർ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അമേരിക്കൻ റവല്യൂഷൻ, അമേരിക്കൻ വിപ്ലവം അല്ലെങ്കിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ, ചൈനീസ് റവല്യൂഷൻ ആൻഡ് ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ. ഇത്രയും വിപ്ലവങ്ങളെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. റവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ്, ലോകത്തെ സ്വാധീനിച്ച പ്രധാന വിപ്ലവങ്ങൾ ഏതെല്ലാമാണ്? വിച്ച് ആർ ദ മേജർ റവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ്, ലോകത്തെ സ്വാധീനിച്ച പ്രധാന വിപ്ലവങ്ങൾ ഏതെല്ലാം? ഫസ്റ്റ്, അമേരിക്കൻ റവല്യൂഷൻ ഓർ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അമേരിക്കൻ റവല്യൂഷൻ ഈസ് അതർവൈസ് നോൺ ആസ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അമേരിക്കൻ റവല്യൂഷൻ, ഫ്രഞ്ച് റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ, ചൈനീസ് റവല്യൂഷൻ ആൻഡ് ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ. ഇത്രയും വിപ്ലവങ്ങളെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. മലയാള കവിയായ കുമാരനാശാന്റെ ഏറ്റവും പ്രശസ്തമായ ഒരു കൃതിയാണ് ഒരു ഉദ്ബോധനം. ഒരു ഉദ്ബോധനം, എ ഫേമസ് പോയം റിട്ടൺ ബൈ കുമാരനാശാൻ. ഈ കവിതയിൽ സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് കുമാരനാശാൻ എഴുതിയിരിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി ജനവിഭാഗങ്ങൾക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിരുന്നു. അപ്പോൾ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടവർ അത് നേടിയെടുക്കുന്നതിന് വേണ്ടി സമരങ്ങൾ നടത്തി. വൈ ഏർലിയർ സ്ട്രഗിൾസ് ആർ നോൺ ആസ് റവല്യൂഷൻസ്, എന്തുകൊണ്ടാണ് ആദ്യകാല സമരങ്ങൾ വിപ്ലവങ്ങളെന്ന് അറിയപ്പെടുന്നത്? ആദ്യകാല സമരങ്ങൾ, ആദ്യകാലങ്ങളിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി സമരങ്ങൾ നടന്നു, സ്ട്രഗിൾസ് നടന്നു. ഈ സ്ട്രഗിൾസ് പിൽക്കാലത്ത് റവല്യൂഷൻസ് എന്നാണ് അറിയപ്പെട്ടത്. വൈ ഏർലിയർ സ്ട്രഗിൾസ് ആർ നോൺ ആസ് റവല്യൂഷൻസ്? ഇൻ സെവറൽ പ്ലേസസ് ദ കോമൺ പീപ്പിൾ ഡിഡ് നോട്ട് ഹാവ് ദ ഫ്രീഡം ആസ് വി ഹാവ് ടുഡേ. പണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് ഇന്നുള്ളതുപോലുള്ള സ്വാതന്ത്ര്യം ജനങ്ങൾക്കുണ്ടായിരുന്നില്ല. In several places, the common people did not have the freedom as we have today. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങൾക്ക് ഇന്നുണ്ടായിരുന്നത് പോലുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. The people who were deprived of freedom had to fight for it. അതുകൊണ്ട് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിരുന്ന ജനങ്ങൾ, the people who were deprived, നിഷേധിക്കുക, the people who were deprived of freedom had to fight for it. സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിരുന്ന ജനങ്ങൾ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടി സമരങ്ങൾ നടത്തി. Some people preferred armed rebellion. ചില ആളുകൾ, ചില ജനവിഭാഗങ്ങൾ സായുധ കലാപങ്ങൾ നടത്തി, ആംഡ് റെബല്യൻ, ആയുധങ്ങൾ ഉപയോഗിച്ച് കലാപങ്ങൾ നടത്തി സ്വാതന്ത്ര്യം നേടിയെടുത്തു. Others adopted peaceful means. മറ്റു ചിലർ സമാധാനപരമായി, ആയുധങ്ങൾ ഇല്ലാതെ സമാധാനപരമായി സമരങ്ങൾ നടത്തി സ്വാതന്ത്ര്യം നേടിയെടുത്തു. Therefore, earlier struggles are known as revolutions. അതുകൊണ്ട് ആദ്യകാലങ്ങളിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന സമരങ്ങളെ വിപ്ലവങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. വൈ ഏർലിയർ സ്ട്രഗിൾസ് ആർ നോൺ ആസ് റവല്യൂഷൻസ്, എന്തുകൊണ്ടാണ് ആദ്യകാല സമരങ്ങൾ വിപ്ലവങ്ങളെന്ന് അറിയപ്പെടുന്നത്? The people who were deprived of freedom had to fight for it. Some people adopted peaceful means, whereas others preferred armed rebellion. All these struggles tried to change the system that denied freedom and rights and to establish a new one. ഈ എല്ലാ സമരങ്ങളും അന്ന് നിലവിലുണ്ടായിരുന്ന സാമൂഹിക വ്യവസ്ഥിതിയെ മാറ്റി ഒരു പുതിയ സാമൂഹിക വ്യവസ്ഥിതിയെ സൃഷ്ടിക്കാനാണ് ശ്രമിച്ചത്. അതുകൊണ്ടാണ് ആദ്യകാല സമരങ്ങളെല്ലാം വിപ്ലവങ്ങളെന്ന് അറിയപ്പെടുന്നത്. വൈ ഏർലിയർ സ്ട്രഗിൾസ് ആർ നോൺ ആസ് റവല്യൂഷൻസ്, എന്തുകൊണ്ടാണ് ആദ്യകാല സമരങ്ങൾ വിപ്ലവങ്ങൾ എന്നറിയപ്പെടുന്നത്? In different parts of the world,
the common people did not have the freedom as we have today. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുമ്പ് ജനങ്ങൾക്ക് നമുക്ക് ഇന്നുള്ളതുപോലുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. The people who were deprived of freedom had to fight for it. സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിരുന്ന ജനങ്ങൾ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടി സമരങ്ങൾ നടത്തി, ഫൈറ്റ് ചെയ്തു. Some people adopted peaceful means. എന്നാൽ ചില ജനവിഭാഗങ്ങൾ സമാധാനപരമായി സമരം ചെയ്തപ്പോൾ others preferred armed rebellion. മറ്റു ചിലർ സായുധ കലാപങ്ങൾ നടത്തി സ്വാതന്ത്ര്യം നേടിയെടുത്തു. All these struggles tried to change the system that denied freedom and rights and to establish a new one. ഈ എല്ലാ സമരങ്ങളും അന്നുണ്ടായിരുന്ന അന്നത്തെ സാമൂഹിക വ്യവസ്ഥയെ മാറ്റി ഒരു പുതിയ സാമൂഹിക വ്യവസ്ഥയെ സൃഷ്ടിക്കാനാണ് ശ്രമിച്ചത്. അതുകൊണ്ടാണ് ആദ്യകാല സമരങ്ങളെ വിപ്ലവങ്ങളെന്ന് അറിയപ്പെടുന്നത്. Therefore, earlier struggles are known as revolution. The major factor, the important factor that stimulated earlier revolutions was the Renaissance. ആദ്യകാലത്തുണ്ടായ വിപ്ലവങ്ങളെ സ്വാധീനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് റിനൈസൻസ്, നവോത്ഥാനം. The major factor that stimulated earlier revolutions was the Renaissance. ആദ്യകാല വിപ്ലവങ്ങളെ സ്വാധീനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് റിനൈസൻസ്, നവോത്ഥാനം. നവോത്ഥാനമാണ് ആദ്യകാല വിപ്ലവങ്ങളെ സ്വാധീനിച്ച പ്രധാനപ്പെട്ട ഘടകം. റിനൈസൻസ് brought about significant changes in human thought, views and life. മനുഷ്യന്റെ ചിന്തയിലും കാഴ്ചപ്പാടിലും ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ വരുത്തിയ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് റിനൈസൻസ്. റിനൈസൻസ് ആണ്, നവോത്ഥാനമാണ് ആദ്യകാലങ്ങളിൽ ജനങ്ങളെ വിപ്ലവങ്ങൾ നടത്താൻ പ്രേരിപ്പിച്ചത്. ദ മേജർ ഫാക്ടർ, ദ ഇമ്പോർട്ടന്റ് ഫാക്ടർ ദാറ്റ് സ്റ്റിമുലേറ്റഡ് earlier revolutions was the Renaissance. ആദ്യകാല വിപ്ലവങ്ങളെ സ്വാധീനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് റിനൈസൻസ്. The major factor that stimulated earlier revolutions was the Renaissance. ആദ്യകാല വിപ്ലവങ്ങളെ സ്വാധീനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് റിനൈസൻസ്. റിനൈസൻസ് brought about great changes in human thought, views and life. മനുഷ്യന്റെ ജീവിതത്തിലും കാഴ്ചപ്പാടിലും ചിന്തയിലും വലിയ മാറ്റങ്ങൾ വരുത്തിയ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് റിനൈസൻസ്, നവോത്ഥാനം. ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് റിനൈസൻസ്, നവോത്ഥാനത്തിന്റെ പ്രധാന സവിശേഷതകൾ എന്തെല്ലാം? വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് റിനൈസൻസ്? സ്പിരിറ്റ് ഓഫ് എൻക്വയറി, അന്വേഷണ ത്വര, പുതിയ കാര്യങ്ങൾ കണ്ടെത്താനുള്ള ആഗ്രഹം. സ്പിരിറ്റ് ഓഫ് എൻക്വയറി, അന്വേഷണ ത്വര. സ്പിരിറ്റ് ഓഫ് ക്രിറ്റിസിസം, വിമർശന ബുദ്ധി, തെറ്റിനെ വിമർശിക്കാനുള്ള മാനസികാവസ്ഥ. സ്പിരിറ്റ് ഓഫ് ക്രിറ്റിസിസം, വിമർശന ബുദ്ധി. റാഷണൽ തിങ്കിങ്, യുക്തിചിന്ത. സയന്റിഫിക് ടെമ്പർ, ശാസ്ത്രബോധം. ഹ്യൂമനിസം, മാനവികത എന്നിവയാണ് നവോത്ഥാനത്തിന്റെ പ്രധാന സവിശേഷതകൾ. വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് റിനൈസൻസ്? എന്തെല്ലാമാണ് നവോത്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ? സ്പിരിറ്റ് ഓഫ് എൻക്വയറി, സ്പിരിറ്റ് ഓഫ് എൻക്വയറി, അന്വേഷണ ത്വര. സ്പിരിറ്റ് ഓഫ് ക്രിറ്റിസിസം, വിമർശന ബുദ്ധി. റാഷണൽ തിങ്കിങ്, യുക്തിചിന്ത. സയന്റിഫിക് ടെമ്പർ, ശാസ്ത്രബോധം. ഹ്യൂമനിസം, മാനവികത. മനുഷ്യന് പ്രാധാന്യം നൽകുന്ന ഒരു പ്രസ്ഥാനമാണ് ഹ്യൂമനിസം. മനുഷ്യന്റെ ജീവിതത്തിന്, മനുഷ്യന്റെ വികാര വിചാരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു പ്രസ്ഥാനമാണ് ഹ്യൂമനിസം. വാട്ട് ആർ ദ മേജർ ഫീച്ചേഴ്സ് ഓഫ് റിനൈസൻസ്? സ്പിരിറ്റ് ഓഫ് എൻക്വയറി, സ്പിരിറ്റ് ഓഫ് ക്രിറ്റിസിസം, റാഷണൽ തിങ്കിങ്, സയന്റിഫിക് ടെമ്പർ, ഹ്യൂമനിസം. ദീസ് ആർ ദ മേജർ ഫീച്ചേഴ്സ് ഓഫ് റിനൈസൻസ്. ഇവയാണ് നവോത്ഥാനത്തിന്റെ പ്രധാന സവിശേഷതകൾ. ഇത്രയും നേരം പഠിച്ച പ്രധാനപ്പെട്ട പോയിന്റ്സ്. ഒരു ഉദ്ബോധനം, എ ഫേമസ് പോയം റിട്ടൺ ബൈ കുമാരനാശാൻ. കുമാരനാശാന്റെ ഏറ്റവും ഫേമസ് ആയ ഒരു പോയമാണ് ഒരു ഉദ്ബോധനം. ആദ്യകാല സമരങ്ങൾ വിപ്ലവങ്ങൾ എന്നറിയപ്പെടാനുള്ള കാരണമെന്ത്? വൈ ഏർലിയർ സ്ട്രഗിൾസ് ആർ നോൺ ആസ് റവല്യൂഷൻസ്? എന്തുകൊണ്ടാണ് ആദ്യകാല സമരങ്ങൾ വിപ്ലവങ്ങൾ എന്നറിയപ്പെടുന്നത്? In several places the common people did not have the freedom as we have today. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സാധാരണ ജനങ്ങൾക്ക് നമുക്ക് ഇന്നുള്ളതുപോലുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. The people who were deprived of freedom had to fight for it. സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിരുന്ന ജനങ്ങൾ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടി സമരം ചെയ്തു. Some people adopted peaceful means, whereas others preferred armed rebellion.
ചില ജനവിഭാഗങ്ങൾ സമാധാനപരമായി സമരം ചെയ്ത് സ്വാതന്ത്ര്യം നേടിയെടുത്തപ്പോൾ മറ്റു ചിലർ സായുധ വിപ്ലവങ്ങൾ നടത്തി, ആയുധങ്ങൾ ഉപയോഗിച്ച് വിപ്ലവങ്ങൾ നടത്തി സ്വാതന്ത്ര്യം നേടിയെടുത്തു. All these struggles try to change the system that denied freedom and rights and to establish a new one. ഈ എല്ലാ സമരങ്ങളും നിലവിലുണ്ടായിരുന്ന സാമൂഹിക വ്യവസ്ഥയെ മാറ്റി ഒരു പുതിയ സാമൂഹിക വ്യവസ്ഥയെ സൃഷ്ടിക്കാനാണ് ശ്രമിച്ചത്. Therefore, earlier struggles are known as revolutions. അതുകൊണ്ട് ആദ്യകാല സമരങ്ങളെ വിപ്ലവങ്ങളെന്നാണ് അറിയപ്പെടുന്നത്. ആദ്യകാല സമരങ്ങളെ സ്വാധീനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് Renaissance. The major factor that stimulated earlier revolutions was the Renaissance. What are the important features of Renaissance? Spirit of inquiry, spirit of criticism, rational thinking, growth of vernacular literature, scientific temper, humanism. These are the important features of Renaissance. Next, Enlightenment. What is enlightenment? എന്താണ് ജ്ഞാനോദയം? The progress in the field of science brought about by Renaissance gave birth to enlightenment in the 18th century. റണൈസൻസിന്റെ ഫലമായുണ്ടായ ശാസ്ത്ര പുരോഗതിയാണ് 18ാം നൂറ്റാണ്ടിൽ ജ്ഞാനോദയത്തിന്റെ ആവിർഭാവത്തിന് ഇടയാക്കിയത്. The progress in the field of science brought about by Renaissance gave birth to enlightenment in the 18th century. റണൈസൻസിന്റെ ഫലമായി, നവോത്ഥാനത്തിന്റെ ഫലമായുണ്ടായ ശാസ്ത്ര പുരോഗതിയാണ് 18ാം നൂറ്റാണ്ടിൽ എൻലൈറ്റൻമെന്റിന്റെ, ജ്ഞാനോദയത്തിന്റെ ആവിർഭാവത്തിന് ഇടയാക്കിയത്. Renaissance, scientific progress, enlightenment. റണൈസൻസിന്റെ ഫലമായി സയന്റിഫിക് പ്രോഗ്രസ് ഉണ്ടായി, ശാസ്ത്ര പുരോഗതി ഉണ്ടായി. നവോത്ഥാനത്തിന്റെ ഫലമായി ശാസ്ത്ര പുരോഗതി ഉണ്ടായി. ആ ശാസ്ത്ര പുരോഗതിയാണ് എൻലൈറ്റൻമെന്റ്, ജ്ഞാനോദയത്തിന്റെ ആവിർഭാവത്തിന് ഇടയാക്കിയത്. The progress in the field of science brought about by Renaissance gave birth to enlightenment in the 18th century. It is an intellectual and cultural movement. Enlightenment is an intellectual and cultural movement which began in England. ഇംഗ്ലണ്ടിൽ ആരംഭിച്ച ബൗദ്ധികവും സാംസ്കാരികവുമായ ഒരു പ്രസ്ഥാനമാണ് എൻലൈറ്റൻമെന്റ്, ജ്ഞാനോദയം. എൻലൈറ്റൻമെന്റ് ഈസ് ആൻ ഇന്റലക്ച്വൽ ആൻഡ് കൾച്ചറൽ മൂവ്മെന്റ് വിച്ച് ബിഗാൻ ഇൻ ഇംഗ്ലണ്ട്. Enlightenment thinkers gave importance to freedom, democracy, equality and nationalism. Enlightenment thinkers gave importance to freedom, equality, നാഷണലിസം ആൻഡ് ഡെമോക്രസി. ജ്ഞാനോദയ ചിന്തകന്മാർ സ്വാതന്ത്ര്യം, സമത്വം, ജനാധിപത്യം, ദേശീയത എന്നീ ആശയങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയത്. എൻലൈറ്റൻമെന്റ് തിങ്കേഴ്സ് ഗേവ് ഇമ്പോർട്ടൻസ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യം, ഡെമോക്രസി, ജനാധിപത്യം, ഇക്വാലിറ്റി, സമത്വം, നാഷണലിസം, ദേശീയത, രാജ്യസ്നേഹം എന്നീ ആശയങ്ങൾക്കാണ് ജ്ഞാനോദയ ചിന്തകന്മാർ പ്രാധാന്യം നൽകിയത്. വാട്ട് ഈസ് എൻലൈറ്റൻമെന്റ്? എന്താണ് എൻലൈറ്റൻമെന്റ്? എൻലൈറ്റൻമെന്റിന്റെ ആവിർഭാവത്തിന് ഇടയാക്കിയത് റണൈസൻസ് ആണ്. റണൈസൻസിന്റെ ഫലമായുണ്ടായ ശാസ്ത്ര പുരോഗതിയാണ് എൻലൈറ്റൻമെന്റിന്റെ, ജ്ഞാനോദയത്തിന്റെ ആവിർഭാവത്തിന് ഇടയാക്കിയത്. The progress in the field of science brought about by Renaissance gave birth to enlightenment in the 18th century. The progress in the field of science brought about by Renaissance gave birth to enlightenment in the 18th century. The progress in the field of science brought about by Renaissance gave birth to enlightenment in the 18th century. Enlightenment is an intellectual and cultural movement. It is an intellectual and cultural movement which began in England. ഇംഗ്ലണ്ടിൽ ആരംഭിച്ച ഒരു ബൗദ്ധികവും സാംസ്കാരികവുമായ പ്രസ്ഥാനമാണ് എൻലൈറ്റൻമെന്റ്, ജ്ഞാനോദയം. എൻലൈറ്റൻമെന്റ് തിങ്കേഴ്സ്, ജ്ഞാനോദയ ചിന്തകന്മാർ gave importance to ideas like freedom, democracy, equality and nationalism. Enlightenment thinkers gave importance to freedom, democracy, equality and nationalism. It encouraged the people in different parts of the world to protest against the autocratic system prevailing then. ഈ ജ്ഞാനോദയമാണ് അക്കാലത്ത് നിലനിന്നിരുന്ന ഏകാധിപത്യ വ്യവസ്ഥയ്ക്കെതിരെ പ്രതിഷേധിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചത്. ജ്ഞാനോദയം അക്കാലത്ത് നിലനിന്നിരുന്ന ഏകാധിപത്യ വ്യവസ്ഥയ്ക്കെതിരെ പ്രതിഷേധിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചു. What is enlightenment?
Enlightenment is an intellectual and a cultural movement which began in England. Enlightenmentന്റെ ആവിർഭാവത്തിനിടയാക്കിയത് എന്താണ്? The progress in the field of science. The progress in the field of science brought about by Renaissance gave birth to Enlightenment in the 18th century. It is an intellectual and a cultural movement which began in England. Enlightenment thinkers gave importance to freedom, democracy, equality, and nationalism. It Enlightenment encouraged the people in different parts of the world to protest against the autocratic system prevailing then. ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്ത ടോപ്പിക് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഈസ് അതർവൈസ് നോൺ ആസ് അമേരിക്കൻ റവല്യൂഷൻ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മറ്റൊരു പേരാണ് അമേരിക്കൻ വിപ്ലവം. In 1492, ക്രിസ്റ്റഫർ കൊളംബസ് ഡിസ്കവേർഡ് അമേരിക്ക. 1492 ക്രിസ്റ്റഫർ കൊളംബസ് എന്ന സ്പാനിഷ് നാവികനാണ്, സ്പെയിൻകാരനായ നാവികനാണ് അമേരിക്ക ഭൂഖണ്ഡം കണ്ടുപിടിച്ചത്. സ്പെയിൻ ഈസ് എ കൺട്രി ഇൻ യൂറോപ്പ്. യൂറോപ്പിലെ ഒരു രാജ്യമാണ് സ്പെയിൻ. സ്പാനിഷ് നാവിഗേറ്ററായ ക്രിസ്റ്റഫർ കൊളംബസ് ആണ് അമേരിക്ക കണ്ടെത്തുന്നത്. 1492 സ്പാനിഷ് നാവികനായ ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്ക കണ്ടെത്തി. 16th century onwards, Europeans began to migrate to North America. അമേരിക്ക ഭൂഖണ്ഡം കണ്ടുപിടിക്കുന്നത് 15ാം നൂറ്റാണ്ടിന്റെ അവസാനമാണ്. 15ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് അമേരിക്ക ഭൂഖണ്ഡം കണ്ടുപിടിക്കുന്നത്. 1492 ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്ക കണ്ടെത്തുന്നത്. 16th century onwards, Europeans began to migrate to North America. 16ാം നൂറ്റാണ്ട് മുതൽ യൂറോപ്യന്മാർ വടക്കേ അമേരിക്കയിലേക്ക് കുടിയേറി പാർക്കാൻ തുടങ്ങി. 16th century onwards, Europeans began to migrate North America. Why the American War of Independence is considered as the revolt of the English against England? എന്തുകൊണ്ടാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ ഇംഗ്ലീഷുകാർ ഇംഗ്ലണ്ടിനെതിരെ നടത്തിയ സമരമായി കണക്കാക്കുന്നത്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. Why the American War of Independence is considered as the revolt of the English against England? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ ഇംഗ്ലീഷുകാർ ഇംഗ്ലണ്ടിനെതിരെ നടത്തിയ സമരമായി കണക്കാക്കുന്നത് എന്തുകൊണ്ട്? അതിനുള്ള കാരണം അമേരിക്കയിലെ ജനങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഇംഗ്ലണ്ടിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്തവരാണ്. ഇംഗ്ലീഷുകാർ 17ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലെ രാജാവായിരുന്ന ജെയിംസ് ഒന്നാമന്റെ മതപീഡനങ്ങൾ ഭയന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറി പാർത്തവരാണ് അമേരിക്കയിലെ വെള്ളക്കാർ. ആ അമേരിക്കയിലെ വെള്ളക്കാരാണ് ഇംഗ്ലണ്ടിനെതിരെ സമരം നടത്തിയത്. അതുകൊണ്ടാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ ഇംഗ്ലീഷുകാർ ഇംഗ്ലണ്ടിനെതിരെ നടത്തിയ സമരമായി കണക്കാക്കുന്നത്. അമേരിക്കയിലെ വെള്ളക്കാർ ഇംഗ്ലീഷുകാർ തന്നെയാണ്. In 1492, ക്രിസ്റ്റഫർ കൊളംബസ് ഡിസ്കവേർഡ് അമേരിക്ക. 1492 ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്ക ഭൂഖണ്ഡം കണ്ടുപിടിച്ചു. The earlier colonies in America were established by a group of people who exiled to America from England in a ship called Mayflower in the 17th century. അമേരിക്കയിൽ ആദ്യകാല കോളനികൾ സ്ഥാപിച്ചത് 17ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മതപീഡനങ്ങൾ ഭയന്ന് മേഫ്ലവർ എന്ന കപ്പലിൽ ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്കയിലേക്ക് കുടിയേറി പാർത്ത ഇംഗ്ലീഷുകാരാണ് അമേരിക്കയിൽ ആദ്യമായി കോളനികൾ സ്ഥാപിച്ചത്. They established 13 colonies in North America. ഈ വെള്ളക്കാർ ഇംഗ്ലണ്ടിൽ നിന്ന് മേഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത അമേരിക്കയിലേക്ക് കുടിയേറി പാർത്ത ഇംഗ്ലീഷുകാർ വടക്കേ അമേരിക്കയിൽ 13 കോളനികൾ സ്ഥാപിച്ചു. They were known as Pilgrim Fathers. ഈ വെള്ളക്കാരെ അറിയപ്പെട്ടത് Pilgrim Fathers എന്നാണ്. പിൽഗ്രിം ഫാദേഴ്സ്, തീർത്ഥാടക പിതാക്കൾ. 17ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലെ രാജാവായിരുന്ന ജെയിംസ് ഒന്നാമന്റെ മതപീഡനങ്ങൾ ഭയന്ന് മേഫ്ലവർ എന്ന കപ്പലിൽ കയറി അമേരിക്കയിലേക്ക് നാടുവിട്ട അമേരിക്കയിലേക്ക് കുടിയേറി പാർത്ത വെള്ളക്കാരാണ് അമേരിക്കയിൽ ആദ്യമായി കോളനികൾ സ്ഥാപിച്ചത് വടക്കേ അമേരിക്കയിൽ. They established 13 colonies in North America. അവർ വടക്കേ അമേരിക്കയിൽ 13 കോളനികൾ സ്ഥാപിച്ചു. ഈ വെള്ളക്കാരെ അറിയപ്പെട്ടത് പിൽഗ്രിം ഫാദേഴ്സ് എന്നാണ്.
തീർത്ഥാടക പിതാക്കൾ എന്നാണ് അവർ അറിയപ്പെട്ടത്. The governors, the English governors in the American colonies introduced several laws called mercantilist laws. The mercantilist laws, mercantilist നിയമങ്ങൾ. ഇംഗ്ലീഷുകാരായ ഗവർണർമാർ അമേരിക്കൻ കോളനികളെ ഭരിക്കാനായി ഇംഗ്ലണ്ട് ഗവർണർമാരെ അയച്ചു. ഇംഗ്ലീഷുകാരായ ഗവർണർമാർ അമേരിക്കൻ കോളനികൾ നടപ്പിലാക്കിയ മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ അമേരിക്കയിലെ ജനങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കി. They revolted against England. As a result, the people of America revolted against England by raising the slogan "No taxation without representation." അതോടെ അമേരിക്കയിലെ ജനങ്ങൾ, അതായത് ഇംഗ്ലീഷുകാർ, 17-ാം നൂറ്റാണ്ടിൽ അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത ഇംഗ്ലീഷുകാർ ഇംഗ്ലണ്ടിനെതിരെ സമരം നടത്തി. ഏത് മുദ്രാവാക്യം മുഴക്കി? നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ എന്ന മുദ്രാവാക്യം മുഴക്കി അമേരിക്കയിലെ ഇംഗ്ലീഷുകാർ അവരുടെ സ്വന്തം രാജ്യമായ മാതൃരാജ്യമായ ഇംഗ്ലണ്ടിനെതിരെ സമരം നടത്തി. So the American War of Independence is considered as the revolt of the English against England. അതുകൊണ്ടാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ ഇംഗ്ലീഷുകാർ ഇംഗ്ലണ്ടിനെതിരെ നടത്തിയ സമരമായി കണക്കാക്കുന്നത്. Why the American War of Independence is considered as the revolt of English against England? എന്തുകൊണ്ടാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ ഇംഗ്ലീഷുകാർ ഇംഗ്ലണ്ടിനെതിരെ നടത്തിയ സമരമായി കണക്കാക്കുന്നത്? ക്വസ്റ്റിന്റെ ആൻസർ അതാണ്. The earlier colonies in America were established by a group of people who exiled to America from England in a ship called Mayflower by fearing the religious persecution of the King of England in the 17th century. 17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മതപീഡനങ്ങൾ ഭയന്ന് മേഫ്ലവർ എന്ന കപ്പലിൽ കയറി ഇംഗ്ലണ്ടിലേക്ക് കുടിയേറിപ്പാർത്ത, ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിപ്പാർത്ത ഇംഗ്ലീഷുകാരാണ് അമേരിക്കയിൽ ആദ്യമായി കോളനികൾ സ്ഥാപിച്ചത്. The earlier colonies in America were established by a group of people who exiled or migrated to America from England in a ship called Mayflower by fearing the religious persecution of the King of England. They were called Pilgrim Fathers. അവരെ തീർത്ഥാടക പിതാക്കൾ എന്നാണ് അറിയപ്പെട്ടത്. They established 13 colonies in North America. അവർ വടക്കേ അമേരിക്കയിൽ 13 കോളനികൾ സ്ഥാപിച്ചു. The mercantilist laws implemented by the British merchants caused wide protest among Americans. ബ്രിട്ടീഷുകാരായ കച്ചവടക്കാർ അമേരിക്കൻ കോളനികൾ നടപ്പിലാക്കിയ മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ അമേരിക്കയിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. So they revolted against England by raising the slogan "No taxation without representation." അതോടെ അമേരിക്കയിലെ ജനങ്ങൾ പ്രാതിനിധ്യമില്ലാതെ നികുതി ചുമത്താൻ പാടില്ല എന്ന മുദ്രാവാക്യം മുഴക്കി ഇംഗ്ലണ്ടിനെതിരെ കലാപം നടത്തി. അതുകൊണ്ടാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ ഇംഗ്ലീഷുകാർ ഇംഗ്ലണ്ടിനെതിരെ നടത്തിയ കലാപമായി കണക്കാക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ ആണ്. അടുത്തതായി പഠിക്കാനുള്ള മെർക്കന്റിലിസം. വാട്ട് ഈസ് മെർക്കന്റിലിസം? എന്താണ് മെർക്കന്റിലിസം? The British treated American colonies as centers to collect raw materials for their industry and markets to sell their products. ബ്രിട്ടീഷുകാരായ കച്ചവടക്കാർ അമേരിക്കൻ കോളനികളെ തങ്ങളുടെ റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രങ്ങളായും അവരുടെ പ്രോഡക്ട്സ്, ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളങ്ങൾ, മാർക്കറ്റുകളായിട്ടുമാണ് ബ്രിട്ടീഷുകാരായ കച്ചവടക്കാർ അമേരിക്കൻ കോളനികളെ ട്രീറ്റ് ചെയ്തത്, കണക്കാക്കിയത്. The British treated American colonies as centers to collect raw materials for their industry and markets to sell their products. ബ്രിട്ടീഷുകാർ അമേരിക്കൻ കോളനികളെ തങ്ങളുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രങ്ങളായും അവരുടെ ഉൽപ്പന്നങ്ങൾ, പ്രോഡക്ട്സ്
വിറ്റഴിക്കാനുള്ള മാർക്കറ്റുകളായിട്ടുമാണ് അമേരിക്കൻ കോളനികളെ ബ്രിട്ടീഷ് കച്ചവടക്കാർ കണക്കാക്കിയത്. The British treated American colonies as markets to sell their products and centers to collect their products, centers to collect their raw materials. The British treated American colonies as centers for collecting raw materials for their industry and markets for selling their products. The British treated American colonies as centers for collecting raw materials for their industry and markets to sell their products. തങ്ങളുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രങ്ങളായും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളങ്ങളായിട്ടുമാണ് അമേരിക്കൻ കോളനികളെ ബ്രിട്ടീഷുകാർ കണക്കാക്കിയത്. This policy implemented by the British merchants with the help of their motherland in American colonies is known as mercantilism. ഇപ്രകാരം ബ്രിട്ടീഷുകാരായ കച്ചവടക്കാർ അവരുടെ മാതൃരാജ്യമായ ബ്രിട്ടന്റെ ഓർ ഇംഗ്ലണ്ടിന്റെ സഹായത്തോടെ അമേരിക്കൻ കോളനികളിൽ നടപ്പിലാക്കിയ നിയമങ്ങളെയാണ് മെർക്കന്റിലിസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. This policy implemented by the British merchants with the help of their motherland in the American colonies is known as mercantilism. ഇപ്രകാരം ബ്രിട്ടീഷുകാരായ കച്ചവടക്കാർ തങ്ങളുടെ മാതൃരാജ്യത്തിൻ്റെ പിന്തുണയോടെ അമേരിക്കൻ കോളനികളിൽ നടപ്പിലാക്കിയ ഈ നയമാണ്, ഈ പോളിസിയാണ് മെർക്കന്റിലിസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. What is mercantilism? The British treated American colonies as centers for collecting raw materials for their industry and markets for selling their products. This policy, implemented by the British merchants in the American colonies with the help of their motherland, came to be known as mercantilism. ഇപ്രകാരം ബ്രിട്ടീഷുകാരായ കച്ചവടക്കാർ തങ്ങളുടെ മാതൃരാജ്യമായ ബ്രിട്ടന്റെ സഹായത്തോടെ, പിന്തുണയോടെ അമേരിക്കൻ കോളനികളിൽ നടപ്പിലാക്കിയ നയമാണ് മെർക്കന്റിലിസം. ഈ നയത്തിന്റെ ഭാഗമായി ബ്രിട്ടീഷുകാരായ കച്ചവടക്കാർ അമേരിക്കൻ കോളനികളിൽ നടപ്പിലാക്കിയ നിയമങ്ങളെയാണ് മെർക്കന്റിലിസ്റ്റ് ലാസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഏതെല്ലാമാണ് മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ? Which are the important mercantilist laws? The goods to and from the colonies must be carried only in British ships or ships built in the British colonies. അമേരിക്കൻ കോളനികൾ അവരുടെ കച്ചവട ആവശ്യങ്ങൾക്ക് അവരുടെ രാജ്യമായ അമേരിക്കയിലേക്കും അമേരിക്കയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്കും സാധനങ്ങൾ കൊണ്ടുവരാനും കൊണ്ടുപോകാനും ബ്രിട്ടന്റെ കപ്പലുകളോ അല്ലെങ്കിൽ ബ്രിട്ടന്റെ ഏതെങ്കിലും കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളോ മാത്രമേ ഉപയോഗിക്കാവൂ. മറ്റു രാജ്യങ്ങളുടെ കപ്പലുകളൊന്നും അമേരിക്കൻ കോളനികൾ അവരുടെ കച്ചവട ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. The goods to and from the colonies must be carried only in British ships or ships built in the British colonies. ഇതാണ് ആദ്യത്തെ മെർക്കന്റിലിസ്റ്റ് നിയമം. The goods to and from the colonies must be carried only in British ships or ships built in the British colonies. Number 2, British stamp must be affixed on all the legal documents, newspapers, pamphlets, license, etc. അമേരിക്കൻ കോളനികൾ അവരുടെ എല്ലാ നിയമപരമായ രേഖകളിലും, എല്ലാ ലീഗൽ ഡോക്യുമെന്റ്സിലും, അവരുടെ വർത്തമാന പത്രങ്ങളിലും, ന്യൂസ് പേപ്പറുകളിലും, പാംഫ്ലെറ്റ്സ് ലഘുലേഖകളിലും, ലൈസൻസുകളിലും എല്ലാം ബ്രിട്ടന്റെ സ്റ്റാമ്പ് പതിക്കണം, ഒട്ടിക്കണം. ബ്രിട്ടീഷ് സ്റ്റാമ്പ് മസ്റ്റ് ബി അഫിക്സ്ഡ് ഓൺ all the legal documents, newspapers, pamphlets, licenses, etc. British stamp must be affixed on all the legal documents, newspapers, pamphlets, licenses, etc. Next, import tax must be paid for the import of tea, glass, paper, etc. American colonial കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളായ, അവർ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന അവരുടെ ഉൽപ്പന്നങ്ങളായ തേയില, കണ്ണാടി, കടലാസ്
എന്നിവയ്ക്ക് കയറ്റുമതി ചുങ്കം ഇംഗ്ലണ്ടിന് നൽകണം. മറ്റ് രാജ്യങ്ങളിലേക്ക് അമേരിക്കൻ കോളനികൾ അവരുടെ ഉൽപ്പന്നങ്ങളായ തേയില, കണ്ണാടി, കടലാസ് എന്നീ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുമ്പോൾ ഇംഗ്ലണ്ടിന് കയറ്റുമതി ചുങ്കം നൽകണം. ഇമ്പോർട്ട് ടാക്സ് must be paid for the import of tea, glass, paper, etc. Products of the colonies like sugar, wool, cotton, tobacco, etc. could only be exported to England. കോളനികളുടെ ഉൽപ്പന്നങ്ങളായ ഷുഗർ, പഞ്ചസാര, ഊൾ, കമ്പിളി, കോട്ടൺ, ടൊബാക്കോ എന്നിവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റുമതി ചെയ്യാം. Products of the colonies like sugar, wool, cotton, tobacco, etc. could only be exported to England. Colonies must provide food and quarters for the British troops maintained in the colonies. കോളനികൾ അവിടെ നിലനിർത്തിയിരിക്കുന്ന ബ്രിട്ടീഷ് പട്ടാളക്കാർക്ക് ഫുഡും ആഹാരവും താമസ സൗകര്യവും നൽകണം. ഈ നിയമങ്ങളെയാണ് മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒന്നാമത്തെ നിയമം, ഗുഡ്സ് ടു ആൻഡ് ഫ്രം ദ കോളനീസ് മസ്റ്റ് ബി ക്യാരിഡ് ഓൺലി ഇൻ ബ്രിട്ടീഷ് ഷിപ്സ് ഓർ ഷിപ്സ് ബിൽറ്റ് ഇൻ ദ കോളനീസ്. കോളനികളിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരാനും കോളനികളിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകാനും ബ്രിട്ടീഷുകാരുടെ കപ്പലുകളോ ബ്രിട്ടന്റെ ഏതെങ്കിലും കോളനികളിൽ നിർമ്മിക്കുന്ന കപ്പലുകളോ മാത്രമേ ഉപയോഗിക്കാവൂ. ബ്രിട്ടീഷ് സ്റ്റാമ്പ് മസ്റ്റ് ബി അഫിക്സ്ഡ് ഓൺ ഓൾ ദ ലീഗൽ ഡോക്യുമെന്റ്സ്, ന്യൂസ് പേപ്പേഴ്സ്, പാംഫ്ലെറ്റ്സ്, ലൈസൻസസ് എക്സെട്ര. കോളനികൾ അവരുടെ എല്ലാ നിയമപരമായ രേഖകളിലും വർത്തമാന പത്രങ്ങളിലും ലഘുലേഖകളിലും ലൈസൻസുകളിലും ബ്രിട്ടീഷ് സ്റ്റാമ്പ് പതിക്കണം. ഇമ്പോർട്ട് ടാക്സ് മസ്റ്റ് ബി പെയ്ഡ് ഫോർ ദ ഇമ്പോർട്ട് ഓഫ് ടീ, ഗ്ലാസ്, പേപ്പർ എക്സെട്ര. തേയില, കണ്ണാടി, കടലാസ് എന്നിവ ഇറക്കുമതി ചെയ്യുമ്പോൾ അവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം. Import tax must be paid for the import of tea, glass, paper, etc. തേയില, കണ്ണാടി, കടലാസ് എന്നിവ ഇറക്കുമതി ചെയ്യുമ്പോൾ അവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം. ഇമ്പോർട്ട് ടാക്സ് നൽകണം. Products of the colonies like sugar, wool, cotton, tobacco, etc. could only be exported to England. കോളനികളുടെ ഉൽപ്പന്നങ്ങളായ തേയില, കണ്ണാടി, കോളനികളുടെ പ്രോഡക്ട്സ് ഓഫ് ദ കോളനീസിലേക്ക് കോളനിയുടെ ഉൽപ്പന്നങ്ങളായ ഷുഗർ, പഞ്ചസാര, ഊൾ, കമ്പിളി, കോട്ടൺ, പരുത്തി, ടൊബാക്കോ, പുകയില എന്നിവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റുമതി ചെയ്യാവൂ. Colonies must provide food and quarters for the British troops maintained in the colonies. കോളനികൾ നിലനിർത്തിയിരിക്കുന്ന ബ്രിട്ടീഷ് പട്ടാളത്തിന് കോളനികൾ ആഹാരവും താമസ സൗകര്യവും നൽകണം. ഈ നിയമങ്ങളെയാണ് മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. The goods to and from the colonies must be carried only British ships or ships built in the colonies. കോളനികളിൽ നിന്ന് സാധനങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാനും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കോളനികളിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരാനും ബ്രിട്ടന്റെ കപ്പലുകളോ അല്ലെങ്കിൽ ബ്രിട്ടന്റെ ഏതെങ്കിലും കോളനികൾ നിർമ്മിച്ച കപ്പലുകളോ മാത്രമേ ഉപയോഗിക്കാവൂ. British stamp must be affixed on all the legal documents, newspapers, pamphlets, licenses, etc. അമേരിക്കൻ കോളനികൾ അവരുടെ എല്ലാ നിയമപരമായ രേഖകളിലും ലീഗൽ ഡോക്യുമെന്റ്സിലും ന്യൂസ് പേപ്പറുകൾ വർത്തമാന പത്രങ്ങളിലും ലഘുലേഖകളിലും ലൈസൻസുകളിലും ബ്രിട്ടീഷ് സ്റ്റാമ്പ് പതിക്കണം. ഇമ്പോർട്ട് ടാക്സ് മസ്റ്റ് ബി പെയ്ഡ് ഫോർ ദ ഇമ്പോർട്ട് ഓഫ് ടീ, ഗ്ലാസ്, പേപ്പർ എക്സെട്ര. തേയില, കണ്ണാടി, കടലാസ് എന്നിവ ഇറക്കുമതി ചെയ്യുമ്പോൾ അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിന് ഇറക്കുമതി ചുങ്കം നൽകണം. പ്രോഡക്ട്സ് ഓഫ് ദ കോളനീസ് ലൈക്ക് ഷുഗർ, ഊൾ, കോട്ടൺ, ടൊബാക്കോ എക്സെട്ര കുഡ് ഓൺലി ബി എക്സ്പോർട്ടഡ് ടു ഇംഗ്ലണ്ട്. കോളനികൾ ഉൽപ്പാദിപ്പിക്കുന്ന കോളനികളുടെ ഉൽപ്പന്നങ്ങളായ പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില എന്നിവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റുമതി ചെയ്യാവൂ. കോളനീസ് മസ്റ്റ് പ്രൊവൈഡ് ഫുഡ് ആൻഡ് ക്വാർട്ടേഴ്സ് ഫോർ ദ ബ്രിട്ടീഷ് ട്രൂപ്സ് മെയിൻറ്റെയിൻഡ് ഇൻ ദ കോളനീസ്. കോളനികളിൽ നിലനിർത്തിയിരിക്കുന്ന അമേരിക്കൻ കോളനികളിലുള്ള ബ്രിട്ടീഷ് പട്ടാളത്തിന്, ബ്രിട്ടീഷ് സൈന്യത്തിന് കോളനികൾ ആഹാരവും താമസ സൗകര്യവും നൽകണം. ഈ നിയമങ്ങളെയാണ് മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണമാണ് ബോസ്റ്റൺ ടീ പാർട്ടി. What is Boston Tea Party?
The high tax levied by the British government on tea caused wide protest among Americans. ബ്രിട്ടീഷ് ഗവൺമെന്റ് അമേരിക്കൻ കോളനികൾ ഇറക്കുമതി ചെയ്യുന്ന തേയിലയുടെ മേൽ അമിതമായ ഉയർന്ന നികുതി ചുമത്തിയത് അമേരിക്കയിലെ ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധത്തിന് കാരണമായി. ദ ഹൈ ടാക്സ് ലെവീഡ് ബൈ ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഓൺ ടീ ഫയർഡ് അപ്പ് സ്ട്രോങ് പ്രൊട്ടസ്റ്റ് ഇൻ അമേരിക്ക. അമേരിക്കൻ കോളനികൾ ഇറക്കുമതി ചെയ്യുന്ന തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയത് അമേരിക്കയിലെ ജനങ്ങളുടെ ശക്തമായ എതിർപ്പിന് ഇടയാക്കി. ഓൺ 16 ഡിസംബർ 1773, a group of people disguised as Red Indians boarded the ships at Boston Harbor and threw 342 chests of tea into the sea. 1773 ഡിസംബർ മാസം 16-ാം തീയതി റെഡ് ഇന്ത്യൻ തൊഴിലാളിയുടെ വേഷം ധരിച്ച ഒരു കൂട്ടം വെള്ളക്കാർ ബോസ്റ്റൺ തുറമുഖത്തുണ്ടായിരുന്ന കപ്പലുകളിൽ കയറുകയും അതിലുണ്ടായിരുന്ന 342 പെട്ടി തേയില കടലിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. On 16 December 1773, a group of people disguised as Red Indians. റെഡ് ഇന്ത്യൻ തൊഴിലാളികൾ അമേരിക്കയിൽ സാധനങ്ങൾ, കപ്പലുകളിൽ വരുന്ന സാധനങ്ങൾ ലോഡ് ചെയ്യുന്നതും അൺലോഡ് ചെയ്യുന്നതും റെഡ് ഇന്ത്യക്കാരായ തൊഴിലാളികളാണ്. റെഡ് ഇന്ത്യൻസ് വെയർ ദ ഒറിജിനൽ ഇൻഹബിറ്റൻസ് ഓഫ് അമേരിക്ക. അമേരിക്കയിലെ യഥാർത്ഥ ജനങ്ങളാണ് റെഡ് ഇന്ത്യക്കാർ. വെള്ളക്കാർ അമേരിക്കയിൽ എത്തുകയും റെഡ് ഇന്ത്യക്കാരെ ഭൂരിഭാഗത്തെയും കൂട്ടക്കൊല ചെയ്യുകയും ചെയ്തു. അവശേഷിച്ചവരെ വെള്ളക്കാർ അവരുടെ വർക്കേഴ്സ് ആക്കി മാറ്റി. അമേരിക്കയിലെ വർക്കേഴ്സാണ് റെഡ് ഇന്ത്യൻസ്. 1773 ഡിസംബർ മാസം 16-ാം തീയതി അമേരിക്കയിലെ ബോസ്റ്റൺ ഹാർബറിലെത്തിയ കപ്പലുകളിൽ റെഡ് ഇന്ത്യൻ തൊഴിലാളികളുടെ വേഷം ധരിച്ച അമേരിക്കയിലെ വെള്ളക്കാർ കയറുകയും ആ കപ്പലുകളിൽ ഉണ്ടായിരുന്ന 342 പെട്ടി തേയില കടലിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. ഈ സംഭവത്തെയാണ് ദിസ് പ്രൊട്ടസ്റ്റ് ഈസ് നോൺ ആസ് ബോസ്റ്റൺ ടീ പാർട്ടി. ഈ പ്രതിഷേധത്തെയാണ് ബോസ്റ്റൺ തുറമുഖത്തെ ചായ സൽക്കാരം എന്ന് പറയും. ബോസ്റ്റൺ ഈസ് എ ഹാർബർ ഇൻ അമേരിക്ക. അമേരിക്കയിലെ ഒരു തുറമുഖത്തിന്റെ പേരാണ് ബോസ്റ്റൺ. ബോസ്റ്റൺ തുറമുഖത്ത് നടന്ന ഈ സംഭവത്തെ ബോസ്റ്റൺ തുറമുഖത്തെ ചായ സൽക്കാരം എന്ന പേരിലാണ് അമേരിക്കയിലെ ജനങ്ങൾ വിശേഷിപ്പിച്ചത്. What is Boston Tea Party? The high tax levied by the British government on tea fired up strong protest in America. അമേരിക്കൻ കോളനികൾ ഇറക്കുമതി ചെയ്യുന്ന തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയത് അമേരിക്കയിലെ ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധത്തിനിടയാക്കി. On 16 December 1773, a group of people disguised as Red Indians boarded means entered, കയറി, boarded the ships at night in Boston Harbor and threw 342 chests or boxes of tea into the sea. 1773 ഡിസംബർ മാസം 16-ാം തീയതി രാത്രി 1773 ഡിസംബർ മാസം 16-ാം തീയതി രാത്രി അമേരിക്കയിലെ ബോസ്റ്റൺ തുറമുഖത്തെത്തിയ തേയിലയുമായി എത്തിയ ബ്രിട്ടീഷ് കപ്പലുകളിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച അമേരിക്കയിലെ വെള്ളക്കാർ കയറുകയും ആ കപ്പലിലുണ്ടായിരുന്ന 342 പെട്ടി തേയില കടലിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. ഈ സംഭവത്തെയാണ്, ഈ പ്രതിഷേധത്തെയാണ് ദിസ് പ്രൊട്ടസ്റ്റ് ഈസ് നോൺ ആസ് ബോസ്റ്റൺ ടീ പാർട്ടി. ഈ പ്രതിഷേധത്തെയാണ് ബോസ്റ്റൺ തുറമുഖത്തെ ചായ സൽക്കാരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അമേരിക്കയിലെ ജനങ്ങളെ ഒരു വിപ്ലവം നടത്താൻ പ്രേരിപ്പിച്ച 2 പ്രധാന ചിന്തകന്മാരായിരുന്നു ജോൺ ലോക്കും തോമസ് പെയിൻ. John Locke and Thomas Paine were 2 thinkers who inspired the people of America to revolt against England. ഇംഗ്ലണ്ടിനെതിരെ ഒരു റിവോൾട്ട്, ഒരു കലാപം, ഒരു വിപ്ലവം, ഒരു റവല്യൂഷൻ, ഇംഗ്ലണ്ടിനെതിരെ ഒരു കലാപം നടത്താൻ അമേരിക്കയിലെ ജനങ്ങളെ പ്രേരിപ്പിച്ച 2 ചിന്തകന്മാരായിരുന്നു ജോൺ ലോക്ക് ആൻഡ് തോമസ് പെയിൻ. According to John Locke,
everyone has some fundamental rights. No government has the right to suspend them. ജോൺ ലോക്കിന്റെ അഭിപ്രായത്തിൽ എല്ലാ മനുഷ്യനും ചില മൗലിക അവകാശങ്ങളുണ്ട്. ഈ ഭൂമിയിൽ ജനിക്കുന്ന എല്ലാ മനുഷ്യനും ചില ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്. നോ ഗവൺമെന്റ് ഹാസ് ദ റൈറ്റ് ടു സസ്പെൻഡ് ഇറ്റ്. മനുഷ്യന്റെ ജന്മസിദ്ധമായ മൗലിക അവകാശങ്ങളെ റദ്ദാക്കാൻ, സസ്പെൻഡ് ചെയ്യാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. ഈ വാചകം, ജോൺ ലോക്കിന്റെ ഈ സ്റ്റേറ്റ്മെന്റ്, ഈ പ്രസ്താവന അമേരിക്കയിലെ ജനങ്ങളെ വളരെയധികം സ്വാധീനിച്ചു. According to John Locke, everyone has some fundamental rights. No government has the right to suspend them. And Thomas Paine opined that there is something absurd in supposing a continent in North America perpetually governed by a foreign power. നോർത്ത് അമേരിക്ക, വടക്കേ അമേരിക്ക എന്ന ഒരു ഭൂഖണ്ഡം മുഴുവൻ ഒരു യൂറോപ്യൻ രാജ്യമായ ഇംഗ്ലണ്ട് ദീർഘകാലം അടക്കി ഭരിക്കുന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല, അത് അന്യായമാണ്. യൂറോപ്പിലെ ഒരു ചെറിയ രാജ്യമായ ഇംഗ്ലണ്ട് നോർത്ത് അമേരിക്ക, വടക്കേ അമേരിക്ക എന്ന ഒരു ഭൂഖണ്ഡത്തെ മുഴുവൻ യൂറോപ്പിലെ ഒരു ചെറു രാജ്യമായ ഇംഗ്ലണ്ട് ദീർഘകാലം അടിച്ചമർത്തി ഭരിക്കുന്നത് അന്യായമാണ്, അത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്നാണ് തോമസ് പൈൻ അഭിപ്രായപ്പെട്ടത്. അമേരിക്കയിലെ ജനങ്ങളെ സ്വാധീനിച്ച രണ്ട് ചിന്തകന്മാരായിരുന്നു ജോൺ ലോക്കും തോമസ് പെയിൻ. According to Thomas Paine, there is something absurd in supposing a continent, North America, be perpetually governed by a foreign power, that is England. ഇംഗ്ലണ്ട് എന്ന ഒരു വിദേശ രാജ്യം വടക്കേ അമേരിക്ക എന്ന ഒരു ഭൂഖണ്ഡത്തെ മുഴുവൻ ദീർഘകാലം അടക്കി ഭരിക്കുന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും, ജോൺ ലോക്കിന്റെയും തോമസ് പെയിന്റെയും ഈ പ്രസ്താവനകൾ അമേരിക്കയിലെ ജനങ്ങളെ വളരെയധികം സ്വാധീനിച്ചു.